السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ, ഈ കൊല്ലത്തെ അതായത് 1435 ഹിജ്റ വർഷത്തിൻ്റെ ശവ്വാൽ 1-ാം തീയതി ഞായറാഴ്ച ആയിട്ടാണ് വരുന്നത്. ഈ ചന്ദ്രമാസ തീയതികൾ അള്ളാഹു ലോകങ്ങൾ അതായത് വാനങ്ങളും ഭൂമിയും പടച്ച നാളിൽ തന്നെ ക്ലിപ്തപ്പെട്ടവയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. കാരണം ചന്ദ്രനും സൂര്യനും എല്ലാം കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ തീയതികൾ മാറ്റമില്ലാതെ പാലിക്കണം എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. ഇത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. ജനങ്ങൾ ചന്ദ്രക്കലകളെ പറ്റി ചോദിക്കുകയാണ്, അവ ജനങ്ങൾക്കും ഹജ്ജിനും തീയതികളാണ് എന്ന് പറയുക എന്ന ഖുർആന്റെ വാക്യമാണ്. അപ്പോൾ നാം ഇതുവരെ ഈ തീയതികൾ പലതരത്തിൽ മാറ്റിക്കൊണ്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ കൊല്ലത്തെ റമദാൻ മാസം തെറ്റിയിട്ടാണ് പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ ചില ഭാഗങ്ങളിൽ ശനിയാഴ്ച തന്നെ റമദാൻ തുടങ്ങിയിട്ടുള്ളതായി നാം അറിയുന്നു. റമദാൻ തെറ്റാനുള്ള പ്രധാന കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരുന്നത് കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാബാന്റെ തീയതികളെ വളരെ ശരിയാക്കുമായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഷാബാൻ ശരിയാക്കാതെ റമദാൻ ശരിയാവുകയില്ല. ഷാബാൻ ശരിയാക്കണമെങ്കിൽ റജബ് ശരിയാകണം. അതുകൊണ്ട് ഇതെല്ലാം ശരിയാക്കാതെ നാം പെട്ടെന്ന് ഒരു ദിവസം പോയി ഹിലാൽ കാണുന്നു കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീയതികൾ തെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷാബാന്റെ പിറവി ഇവിടെ കേരളത്തിൽ കണ്ടത് വെള്ളിയാഴ്ചയാണ്. എന്നാൽ ആ ഹിലാൽ അസ്തമിച്ചത് 1 മണിക്കൂർ 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം. അതായത് സൂര്യൻ അസ്തമിച്ച് 1 മണിക്കൂറും 25 മിനിറ്റും കഴിഞ്ഞപ്പോഴാണ് അന്ന് ചന്ദ്രൻ അസ്തമിച്ചത്. ഇത് നമുക്ക് പല രേഖകളിലും കാണുവാനും സാധിക്കും. ഈ ചന്ദ്രൻ അതായത് 2-ാമത്തെ ദിവസത്തിൻ്റെ ഹിലാലാണെന്ന് സഹാബികൾ പോലും മനസ്സിലാക്കിയ കാര്യമാണ്. അതായത് അവർക്ക് ഘടികാരങ്ങളും സമയം അറിയാനുള്ള സൂത്രങ്ങളും ഒന്നും ഇല്ലെങ്കിലും അവർക്ക് മഗ്‌രിബ് സമയവും ഇശാ സമയവും അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ നിരീക്ഷിച്ചിരുന്നത് 1-ാമത്തെ ചന്ദ്രൻ മഗ്‌രിബോട് കൂടി അസ്തമിക്കുകയും 2-ാമത്തെ ചന്ദ്രൻ ഇശാ വരെ നിൽക്കുകയും ചെയ്യുമെന്നതാണ്. എന്നാൽ ഇവിടെ കേരളത്തിൽ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഹിലാൽ കമ്മിറ്റികളും കാളിമാരും എല്ലാം പ്രഖ്യാപിച്ചത് വെള്ളിയാഴ്ച ഹിലാൽ കണ്ടതുകൊണ്ട് ശനിയാഴ്ച ഷാബാൻ 1-ാം തീയതിയാണെന്നാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ഷാബാനിൽ 29 ദിവസം മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. പക്ഷേ ഷാബാൻ വ്യാഴം മുതൽ വെള്ളി വരെ ഉണ്ടായിരുന്നു, 30 ദിവസങ്ങളായിരുന്നു. വ്യാഴം 29-ൽ ഹിലാൽ ഇല്ലാത്തത് കൊണ്ട് വെള്ളി 30 പൂർത്തിയാക്കിയതിന് ശേഷമാണ് റമദാൻ തുടങ്ങിയത്. അത് ശനിയാഴ്ചയായിരുന്നു. പക്ഷേ ലോകം മുഴുവനും തെറ്റിച്ചുകൊണ്ടാണ് ഈ കാര്യം ചെയ്തത്. ഇനിയോ ഈ റമദാൻ മാസത്തിൽ 29 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ചന്ദ്രൻ്റെ മനാസിലുകളുടെ അടിസ്ഥാനത്തിലുള്ള ആസ്ട്രോണോമിക്കൽ കാൽക്കുലേഷൻസ് പറയുന്നു. ഇത് നമുക്ക് നോട്ടിക്കൽ അൽമനക്കിലും മറ്റു പല വെബ്സൈറ്റുകളിലും അതായത് ചന്ദ്രൻ്റെ കലകൾ കാണിക്കുന്ന പല പ്രോഗ്രാമുകളിലും നമുക്കിത് കാണാൻ സാധിക്കും. ഇന്ന് ചന്ദ്രക്കലകളുടെ എണ്ണം മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. നാം എണ്ണിയാൽ തന്നെ നമുക്ക് 29-ൻ്റെയും 30-ൻ്റെയും മാസങ്ങൾ തിരിച്ചറിയുവാൻ പറ്റും. ഒരു മാസം 30 ആണെങ്കിൽ 29 കലകൾ നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നു.
അതേപോലെ 29 28 കല കാണും. ഈ റമദാൻ മാസത്തിൽ ആദ്യത്തെ കല മനുഷ്യർ കണ്ടത് ശനിയാഴ്ചയായിരുന്നു, 1-ാം തീയതിയായിരുന്നു. അങ്ങനെ അവസാനത്തെ കല നമുക്ക് 28 വെള്ളിയാഴ്ച രാവിലെ കാണാൻ സാധിക്കും. ശനിയാഴ്ച ചന്ദ്രക്കല ഉണ്ടാകുന്നതല്ല, അന്ന് അമാവാസിയാണ്. അതിനടുത്ത ദിവസം ഞായറാഴ്ച പെരുന്നാളിൻ്റെ സുദിനമായ ശവ്വാൽ 1-ാം തീയതിയാണ്. ശവ്വാൽ 1-ാം തീയതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന് ഈദുൽ ഫിത്തറിന് വേണ്ടി നിശ്ചയിച്ച തീയതി. അന്ന് ഭക്ഷണം കഴിക്കാതെ നോമ്പ് പിടിക്കുന്നത് ഹറാമാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും ആ ദിവസത്തിൽ തന്നെ പെരുന്നാൾ ആചരിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നുകരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.